ആന കേരളത്തിന്റെ ഐശ്വര്യമായ, ആന കേരളത്തിന്റെ ആവേശമായ, ആന കേരളത്തിന്റെ അഭിലാഷമായ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ പുറത്തേക്ക് തൻ്റെ ആരാധകരെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ വരവാണ് ഈ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാഴ്ചകളിൽ ഒന്ന്. ഈ പൂര രാവിലെ തന്നെ ആവേശമാക്കുന്ന വിധത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയുടെ വരവ്, ആ നാട്ടാന സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണശാസ്ത്രങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള എത്രത്തോളം ആരാധകരെ സൃഷ്ടിക്കാനാകുമോ കേരളത്തിന്റെ ചരിത്രത്തിൽ. ഒരുപക്ഷെ ഗുരുവായൂർ കേശവൻ കഴിഞ്ഞാൽ ഇത്രയധികം ആരാധക വൃന്ദത്തെ, അനുയായിക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു നാട്ടാന ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ ഇപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ എത്തിയിരിക്കുകയാണ്. ആവേശത്തോടു കൂടി വരവേൽക്കുകയാണ് ജനസഹസ്രങ്ങൾ. ഉടൽനീളം 340 സെന്റിമീറ്ററോളം ഉയർന്ന വിരിഞ്ഞ മസ്തകമുള്ള, കൊഴുത്തുരുണ്ട നീണ്ട ഉടലുള്ള, ഉറച്ച കാലുകളുള്ള ലക്ഷണമൊത്താന ഇതാ ഇപ്പോൾ ആരാധകരെ അഭിവാദ്യം ചെയ്യുകയാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആരാധകർ ആവേശത്തോടു കൂടി ഏകഛത്രാധിപതി, രാമരാജാവ് എന്നീ പേരുകളെല്ലാം ഇട്ട് വിളിക്കുന്ന രാമനാണ് ഒരുപക്ഷെ തൃശൂർ പൂരത്തിന്റെ പൂരവിളംബരത്തെ ഇത്രത്തോളം ജനകീയമാക്കി മാറ്റിയത്. പ്രസാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പൂരവിളംബരം ഒരു സാധാരണ ചടങ്ങായി മാത്രം നിന്നിരുന്ന സമയത്താണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരവിളംബരം എന്ന് പറയുന്ന ചടങ്ങിനെ അത്രത്തോളം ആവേശകരമാക്കിയത്. ഇന്നലെ ഇപ്പോൾ എറണാകുളം ശിവകുമാറാണ് നീതിലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് പൂരവിളംബരത്തിന് അതിന് സാന്നിധ്യമായത്. ഇന്നിപ്പോൾ ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ ഇപ്പോൾ തെക്കേ ഗോപുര നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മുമ്പിൽ കേരളമാകെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി. തൃശ്ശൂരിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം തെക്കേ ഗോപുര നടയുടെ മുകളിൽ.